RSSനും BJPക്കും ഇടയിൽ ഭിന്നതയുണ്ട് എന്നുള്ള വാർത്തകൾക്കിടയിൽ സംഘപരിവാർ ഒന്നിക്കുന്നു, അതായത് ഒരു വമ്പൻ നീക്കത്തിനായി ഒന്നിക്കുന്നു എന്നുള്ള വാർത്തയാണ് ദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. RSS വൃത്തങ്ങളെ ഉദ്ധരിച്ച് തന്നെയാണ് വാർത്ത വരുന്നത്. ആഗസ്റ്റ് 31 മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യോഗം പാലക്കാട് നടക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതിൽ BJPയുടെ ദേശീയ അധ്യക്ഷനടക്കം സംഘപരിവാറിലെ എല്ലാ സംഘടനയുടെയും നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കും. സാധാരണഗതിയിൽ ഇത് എല്ലാ വർഷവും നടക്കുന്ന സമന്വയ ബൈഠക്ക് തന്നെയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വിശദമായ വിശകലനം, ഒപ്പം തന്നെ പരാജയ കാരണങ്ങളും എല്ലാം വിലയിരുത്തപ്പെടുന്ന ഒന്നായി മാറുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് സംഘപരിവാർ ഒറ്റക്കെട്ടായി വീണ്ടും രംഗത്തേക്ക് എത്തുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഒരു തിരിച്ചടി നേരിട്ട ഇടങ്ങളിൽ ആകും ആദ്യത്തെ ഘട്ടത്തിലേക്ക് അവർ നീങ്ങി തുടങ്ങിയിരുന്നു. മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും അടക്കം ഉള്ള ഇടങ്ങളിലേക്ക് ഒരു ശുദ്ധീകരണ പ്രക്രിയ, കാരണം അവിടുത്തെ ചില നേതാക്കന്മാരുടെ പ്രവൃത്തികൾ, ഒപ്പം തന്നെ സംഘടനാതലത്തിൽ BJPയുടെ സംഘടനാതലത്തിൽ വന്ന ചില പോരായ്മകൾ, ഇതെല്ലാം RSS ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനിടയിൽ RSSന്റെ തലവൻ, ഇല്ലെങ്കിൽ RSSന്റെ മേധാവി മോഹൻ ഭഗവത് നടത്തിയ ഒരു പ്രസംഗത്തെ തുടർന്നാണ് ഈ വിവാദങ്ങളെല്ലാം കത്തിപ്പെടുന്നത്. അതിനെക്കുറിച്ച് RSS വൃത്തങ്ങൾ പറയുന്നത്, എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും RSS വിശദമായി തന്നെ അതിനെപ്പറ്റി വിശകലനം ചെയ്യാറുണ്ട്. 2014 അദ്ദേഹം ഇതേ രീതിയിൽ വിശകലനം ചെയ്തിരുന്നു, പ്രസംഗിച്ചിരുന്നു. 19 അത് തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും തന്നെ 2024 പറഞ്ഞിട്ടില്ല. അഹങ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഒരു വ്യക്തിയെയല്ല, പൊതുവിൽ പറഞ്ഞ കാര്യമാണ് അഹങ്കാരം എന്നുള്ളത്. ഒപ്പം തന്നെ BJPയിൽ ഉള്ള ചില നേതാക്കളുടെ പ്രസ്താവനയുണ്ട്. അത് BJP രംഗത്തെത്തിയിട്ടുണ്ട്. BJP പറയുന്ന അത്തരം നേതാക്കൾ പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം RSSനെതിരെയൊക്കെ ചില നേതാക്കൾ പ്രസ്താവന നടത്തിയിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അപക്വമായ പ്രസ്താവനകൾ നടത്തരുത്, ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നുകൂടി BJP പറഞ്ഞതോടുകൂടി ആണ് ഇപ്പോൾ അത്തരം വാർത്തകൾക്കൊരു വലിയ വിരാമം വന്നിട്ടുണ്ട്. ഏതായാലും സമന്വയ ബൈഠക്ക് ആഗസ്റ്റ് 31 പാലക്കാടാണ്, കേരളത്തിൽ പാലക്കാടാണ് അതിന് വേദിയാകുക. BJPയുടെയും അതുപോലെ തന്നെ സംഘപരിവാറിൽപ്പെട്ട മറ്റ് അനവധി പോഷക സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ എല്ലാം ഒരു സംയുക്ത യോഗമാണ് 3 ദിവസം പാലക്കാട് നടക്കുന്നത്. ഏതായാലും കരുത്തോടെ വീണ്ടും മുൻപോട്ട് പോവുക, 2029 ലക്ഷ്യം വെച്ച് പോവുക, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം നേടുക എന്നുള്ള BJPയുടെ ഒരു വലിയ ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തെല്ലാം തന്നെ അവർ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.